IPL 2024 സീസൺ ആവേശകരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. IPL ചില വമ്പൻ ടീമുകൾക്ക് കാലിടറുന്നുണ്ടോ എന്ന് സംശയം തോന്നിപ്പോകും. അത് പോയിന്റ് ടേബിൾ കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. മുംബൈ ഇന്ത്യൻസ് കളിച്ച 3 കളിയും തോറ്റ് പോയിന്റ് ടേബിളിൽ ഏറ്റവും അവസാന സ്ഥാനക്കാരായി നിൽക്കുന്നു. IPL പേരുകേട്ട ടീമാണല്ലോ മുംബൈ ഇന്ത്യൻസ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങൾ മുംബൈ എങ്ങനെ നിലവാരം പുലർത്തുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. മുംബൈക്ക് തൊട്ടുമുകളിലായി ഉള്ള ടീമാണ് RCB, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. 9ാം സ്ഥാനക്കാരായി പോയിന്റ് പട്ടികയിൽ തുടരുന്നു. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചതും RCB ആണ്, 4 മത്സരങ്ങൾ. എന്നാൽ ഒരു മത്സരത്തിൽ മാത്രമേ വിജയിക്കാനായിട്ടുള്ളൂ. 4 മത്സരങ്ങളിൽ നിന്ന് 3 തോൽവി ഏറ്റുവാങ്ങി 10ാം സ്ഥാനത്തിന് മുകളിൽ 9ാം സ്ഥാനത്തായി RCB നിലനിൽക്കുന്നു. 8ാം സ്ഥാനത്തുള്ളത് പഞ്ചാബ് കിങ്സ് ആണ്. 3 മത്സരങ്ങൾ, അതിൽ ഒരു വിജയം മാത്രമാണ് പഞ്ചാബിന് സ്വന്തമായിട്ടുള്ളത്. 7ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. അവർക്കും 3 മത്സരങ്ങളിൽ കളിച്ച ഒരു മത്സരം മാത്രമേ വിജയിക്കാനായിട്ടുള്ളൂ. 6-7 സ്ഥാനങ്ങളിൽ സൺറൈസേഴ്സ് ഹൈദരാബാദും ഡൽഹി ക്യാപിറ്റൽസുമാണ്. ഇരുവർക്കും 3 മത്സരങ്ങളിൽ നിന്ന് ഒരു മത്സരം മാത്രമേ വിജയിക്കാനായിട്ടുള്ളൂ. 3, 4, 5 സ്ഥാനങ്ങളിൽ ചെന്നൈ സൂപ്പർ കിങ്സും ലക്നൗ സൂപ്പർ ജയൻസും ഗുജറാത്ത് ടൈറ്റൻസുമാണ്. ഈ 3 ടീമുകളും 3 മത്സരം വീതം കളിച്ചിട്ടുണ്ടെങ്കിലും 2 മത്സരത്തിൽ മാത്രമേ വിജയിക്കാനായിട്ടുള്ളൂ. 2ാം സ്ഥാനത്തുള്ളത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. അവർ ഈ IPL ഇതുവരെ 2 മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ എങ്കിലും ആ 2 മത്സരത്തിലും വിജയിച്ച് 2ാം സ്ഥാനത്ത് നിലനിൽക്കുന്നു. 1ാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ് ആണ്. മലയാളി താരം സഞ്ജു സാംസൺ നയിക്കുന്ന റോയൽസ് 3 മത്സരങ്ങളിൽ നിന്ന് 3 വിജയം സ്വന്തമാക്കി 6 പോയിന്റുമായി 2024 സീസണിലെ IPL പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ് തുടരുന്നു. ഇതേ രീതിയിൽ മുന്നേറാൻ സാധിച്ചാൽ രാജസ്ഥാൻ റോയൽസിന് ഇതേ പോയിന്റ് പട്ടികയിൽ മത്സരങ്ങളെല്ലാം അവസാനിക്കുമ്പോഴും 1ാം സ്ഥാനത്ത് തന്നെ തുടരാൻ സാധിക്കുമെന്ന് കരുതാം. പറഞ്ഞു വന്നത്, മുൻനിര താരപ്പെരുമയുള്ള ടീമുകളെല്ലാം പുറകിലേക്ക് പോയപ്പോൾ ഒരു മലയാളി നയിക്കുന്ന ടീം ഇപ്പോൾ 3 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ IPL പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു പറ്റം നല്ല കളിക്കാരുള്ള ടീമാണ് രാജസ്ഥാൻ റോയൽസ്. കൂട്ടത്തിൽ കഴിഞ്ഞ 4-5 സീസണിലടക്കം ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങി ഇപ്പോൾ ഈ സീസണിൽ ഏറ്റവും മികവുറ്റതായി കാണിക്കുന്ന ഒരു പ്ലെയറെ പറ്റി പറയാം, റയാൻ പരാഗ്. കഴിഞ്ഞ 4-5 സീസണിൽ ഉടനീളം ഒരുപാട് വിമർശനങ്ങളും പരാതിയും പഴിയും കേൾക്കേണ്ടി വന്ന പ്ലെയറാണ് റയാൻ പരാഗ്. 4-5 സീസണിൽ ഉടനീളം പൂർണ്ണ പരാജയമായിട്ടും രാജസ്ഥാൻ ടീം മാനേജ്മെന്റ് റയാൻ പരാഗിനെ കൈവിട്ടില്ല. അദ്ദേഹത്തിന് രാജസ്ഥാൻ റോയൽസിൽ ഒരു സ്ഥാനം ഉറപ്പിച്ച് കൊടുത്തിരുന്നു. എന്നാൽ അടുപ്പിച്ച് 2-3 സീസണുകൾ മോശമാക്കിയതിനെ തുടർന്ന് രാജസ്ഥാൻ ആരാധകരിൽ നിന്നും മറ്റ് ആരാധകരിൽ നിന്നും റയാൻ പരാഗിന് ഒരുപാട് വിമർശനങ്ങളും കളിയാക്കലുകളും നേരിടേണ്ടി വന്നു. രാജസ്ഥാൻ ടീമിന്റെ എന്തോ പ്രിവിലേജ് കൊണ്ടാണ് മാത്രമാണ് റയാൻ പരാഗ് ഇപ്പോഴും ടീമിൽ നിലനിൽക്കുന്നതെന്ന് വരെ ആളുകൾ പറഞ്ഞു തുടങ്ങി. സീസണിലുടനീളം ബാറ്റിംഗ് പൂർണ്ണ പരാജയമായിരുന്നിട്ട് പോലും രാജസ്ഥാൻ റോയൽസ് റയാൻ പരാഗ് എന്ന പ്ലെയർക്ക് ഒരു വില കൽപ്പിച്ചിരുന്നു. തങ്ങളുടെ ടീമിൽ ഒരു ഇടവും അതിന് ഈ സീസണിലും ഒരു മാറ്റമുണ്ടായിരുന്നില്ല. ഈ സീസണിലും രാജസ്ഥാൻ റോയൽസിന്റെ ടീമിൽ റയാൻ പരാഗ് എന്ന ബാറ്റ്സ്മാൻ ഇടം നേടി കഴിഞ്ഞിരിക്കുന്നു. അതിനെപ്പറ്റി ഒരുപാട് ട്രോളുകളും വിമർശനങ്ങളും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അതേ വിമർശകരുടെ വായടപ്പിക്കാൻ റയാൻ പരാഗിന് വേണ്ടി വന്നത് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഈ സീസണിൽ കളിച്ച വെറും 3 മത്സരങ്ങൾ മാത്രമാണ്. ആദ്യ കളിയിൽ LSGക്കെതിരെ റയാൻ പരാഗ് നേടിയത് 29 പന്തിൽ 43 റൺസ്. 2ാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ നേടിയത് 45 ബോളിൽ 84 റൺസ്. 3ാം മത്സരത്തിൽ ഫോമിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല താനും. മുംബൈക്കെതിരെ 3ാം മത്സരത്തിൽ നേടിയത് 39 പന്തിൽ 54 റൺസ്. ഈ കഴിഞ്ഞ 3 മത്സരങ്ങളിൽ 3 വിജയിച്ച രാജസ്ഥാൻ റോയൽസ് പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്ത് നിലനിൽക്കുകയും ചെയ്യുന്നു. വിമർശനങ്ങളും ട്രോളുകളും കളിയാക്കലുകളും നേരിട്ട ഒരു പ്ലെയറാണ് റയാൻ പരാഗ്. തനിക്കെതിരെയുള്ള വിമർശനങ്ങളെ തന്റെ ബാറ്റ് കൊണ്ട് സിക്സറിന് പറത്തിയാണ് റയാൻ പരാഗ് നേരിട്ടത്. ഈ 3 മത്സരങ്ങളിൽ നിന്ന് തന്നെ റയാൻ പരാഗ് രാജസ്ഥാന് വിശ്വസ്തനായ ഒരു ബാറ്റ്സ്മാനായി മാറിക്കൊണ്ടിരിക്കുന്നു. വരാനിരിക്കുന്ന മത്സരങ്ങളിൽ സഞ്ജുവും രാജസ്ഥാന്റെ ടീമും കരുതി വച്ചിരിക്കുന്ന ഒരു വജ്രായുധമാണ് ഇപ്പോൾ റയാൻ പരാഗ്. 3 മത്സരങ്ങളിൽ നിന്ന് 181 റൺസ് ആണ് റയാൻ പരാഗിന്റെ ഇതുവരെയുള്ള സമ്പാദ്യം. 2019 IPL സീസണ് രാജസ്ഥാന് വേണ്ടി എത്തുമ്പോൾ 7 മത്സരങ്ങളിൽ നിന്ന് 160 റൺസ് ആയിരുന്നു റയാൻ പരാഗിന്റെ നേട്ടം. 2020, 21, 22, 23 സീസണിലായിരുന്നു
പരാഗിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടേണ്ടി വന്ന സീസൺ, അതുപോലെ തന്നെ വിമർശനങ്ങളും. 2020 സീസണിൽ 12 മത്സരങ്ങളിൽ നിന്നും വെറും 86 റൺസ് മാത്രമാണ് റയാൻ പരാഗിന് നേടാനായത്. 2021 സീസണിൽ 11 മത്സരങ്ങളിൽ നിന്ന് 93 റൺസും. 2022 സീസണിൽ 18 മത്സരങ്ങളിൽ നിന്ന് നേടിയത് 183 റൺസ് മാത്രം. ഈ കഴിഞ്ഞ സീസണിൽ 2023 സീസണിൽ റയാൻ പരാജയം തന്നെയായിരുന്നു. 7 മത്സരങ്ങളിൽ നിന്ന് നേടിയത് വെറും 78 റൺസ് മാത്രമാണ്. ഇത്രയും പൂർണ്ണ പരാജയമായിരുന്ന ഒരു പ്ലെയർ വീണ്ടും രാജസ്ഥാൻ ടീമിൽ നിലനിർത്തുന്നത് എന്തിനായിരുന്നു എന്നായിരുന്നു വിമർശനങ്ങൾ കൂടുതലും. ഒരുപക്ഷെ ആ വിമർശനങ്ങൾക്കുള്ള മറുപടിയായിരിക്കും ഈ 2024 IPL സീസണിലെ തുടക്കത്തിൽ തന്നെ 3 മത്സരങ്ങളിൽ നിന്നും അദ്ദേഹം നേടിയ റൺസ്. ഒരുപക്ഷെ രാജസ്ഥാൻ റോയൽസിന്റെ മുഖമുദ്രയായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു ഈ 22-കാരൻ പയ്യൻ. ഞാൻ ക്രീസിൽ നിൽക്കുമ്പോൾ ക്യാപ്റ്റനായ സഞ്ജു സാംസൺ തനിക്ക് തരുന്ന പിന്തുണയെക്കുറിച്ച് ഒരിക്കൽ റയാൻ പരാഗ് പറഞ്ഞിരുന്നു. ടീം മാനേജ്മെന്റും അത്രത്തോളം തന്നെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് റയാൻ പരാഗ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അവസാനം നടന്ന 3ാമത്തെ മത്സരത്തിൽ മുംബൈക്കെതിരെ വാങ്കഡയിൽ നടത്തിയ പ്രകടനം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ബാക്കിയെല്ലാ ബാറ്റ്സ്മാൻമാരും പരാജയപ്പെട്ടപ്പോൾ ഒരു ഫിനിഷറിന്റെ കുപ്പായം എടുത്തണിയാൻ പരാഗിന് അധിക സമയം വേണ്ടി വന്നില്ല. ജയ്സ്വാളും ജോസ് ബട്ട്ലറും സഞ്ജു സാംസണും ഒക്കെ പരാജയപ്പെട്ട് എടുത്ത് റയാൻ പരാഗിന് 39 പന്തിൽ 54 റൺസ് നേടി രാജസ്ഥാൻ റോയൽസിനെ വിജയത്തിലേക്ക് നയിക്കാൻ സാധിച്ചു. നിലവിൽ രാജസ്ഥാൻ റോയൽസിന്റെ നെടുന്തൂണാണ് ഈ 22-കാരൻ വലങ്കയ്യൻ ബാറ്റ്സ്മാൻ. ഇനിയുള്ള മത്സരത്തിലും രാജസ്ഥാൻ റോയൽസിന്റെ വിജയശില്പിയാവാൻ കഴിവുള്ളത്. ഒരു കാലത്ത് വിമർശിച്ചിരുന്നവർ ഇന്ന് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ് കാണാൻ കാത്തിരിക്കുന്ന അവസ്ഥ. അത് തന്നെയാണ് റയാൻ പരാഗ് നിങ്ങളുടെ വിജയവും.